നമസ്കാരം. ഈ പുതിയ വിശകലനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വർത്തമാന പുസ്തകത്തിന്റെ അവസാന ഭാഗത്തേക്കാണ് കടക്കുന്നത്. അതായത് യൂറോപ്പിലേക്കൊരു ദൗത്യവുമായി പോയ 2 മലയാളി വൈദികരുടെ വർഷങ്ങൾ നീണ്ടൊരു പോരാട്ടമുണ്ടല്ലോ, അതിന്റെ അവസാനാംഗങ്ങൾ. അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു: മലബാർ സഭയ്ക്ക് തദ്ദേശീയനായൊരു മെത്രാൻ, അതുവഴി സഭയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം. റോമിലെ ചർച്ചകളൊക്കെ കഴിഞ്ഞ് വിജയത്തിനടുത്തെത്തിയെന്ന് കരുതിയ അവരുടെ യാത്രയുടെ കേന്ദ്രം ലിസ്ബണിലേക്ക് മാറുകയാണ്. അതെ, അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ പോരാട്ടത്തിനുള്ള കളമൊരുങ്ങുന്നത്. അതെ. ലിസ്ബൺ എന്നത് വെറുമൊരു തലസ്ഥാന നഗരിയല്ലായിരുന്നു. അത് പോർച്ചുഗീസ് പദ്രുവാദോയുടെ അധികാര സിരാകേന്ദ്രമായിരുന്നു. ഈ പദ്രുവാദോ? അതെ, ഈ പദ്രുവാദോ എന്ന് പറയുന്നത് വെറുമൊരു വാക്കല്ല. കിഴക്കൻ ദേശങ്ങളിലെ പള്ളികളുടെ നിയമനങ്ങളിലും ഭരണത്തിലും പോർച്ചുഗീസ് രാജാവിന് ഒരു പ്രത്യേക അധികാരം, മാർപ്പാപ്പ നൽകിയ ഒരു തരം വീറ്റോ പവർ ആയിരുന്നു അത്. അതായത് റോമിന്റെ തീരുമാനം പോലും ലിസ്ബൺ വിചാരിച്ചാൽ തടയാം. അത്രയ്ക്ക് അധികാരമുണ്ടായിരുന്നു. ആ ഒരു അധികാരത്തിന്റെ ഉരുക്കുകോട്ടയിലാണ് നമ്മുടെ ഈ 2 വൈദികർ വീണ്ടും ചെന്ന് പെടുന്നത്. അപ്പൊ ഇത് യാത്രയുടെ അവസാനമല്ല? അല്ല, ഏറ്റവും വലിയ വെല്ലുവിളിയുടെ തുടക്കമായിരുന്നു അത്. അപ്പോൾ അവർ റോമിൽ നിന്ന് ലിസ്ബണിലേക്ക് മടക്കയാത്ര ആരംഭിക്കുകയാണ്. യാത്രാമധ്യേ അവർ ലൊറേറ്റോയിലെ ഒരു പള്ളി സന്ദർശിക്കുന്നതിനെക്കുറിച്ച് പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ. അവിടെ വെച്ച് അവരൊരു നേർച്ച നേരുന്നു: നാട്ടിൽ തിരിച്ചെത്തിയാൽ ഇതുപോലെ ഒരു പള്ളി പണിയണമെന്ന്. വെറുമൊരു തീർത്ഥാടനത്തിനപ്പുറം ആ നേർച്ചയ്ക്ക് അവരുടെ ദൗത്യത്തിൽ എന്തെങ്കിലും പ്രതീകാത്മകമായ അർത്ഥമുണ്ടോ? തീർച്ചയായുമുണ്ട്. ആ നേർച്ച അവരുടെ ദൗത്യത്തിന്റെ ആത്മാവെന്തായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അതായത് അത് വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല. തങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ തങ്ങളുടെ സമൂഹത്തിന് നൽകാനുള്ള ഒരു പ്രതീക്ഷയുടെ അടയാളമായിരുന്നു അത്. യൂറോപ്പിലെ ആ വാസ്തുവിദ്യയുടെയും ഭക്തിയുടെയും മനോഹരമായൊരു മാതൃക സ്വന്തം നാട്ടുകാർക്ക് നൽകാനുള്ള ഒരു ആഗ്രഹം. അവരുടെ മനസ്സിൽ എപ്പോഴും നാട് തന്നെയായിരുന്നു. എപ്പോഴും ആ ലക്ഷ്യബോധവുമായാണ് അവർ 1780-ൽ ലിസ്ബണിൽ കപ്പലിറങ്ങുന്നത്. ലിസ്ബണിലെത്തുമ്പോൾ തുടക്കം വളരെ നല്ലതായിരുന്നല്ലോ. അതെ. അവരുടെ കൂടെയുണ്ടായിരുന്ന പാതിരി കായത്താനോ തന്നെ രാജാവിനോട് മലബാറിൽ സമാധാനമുണ്ടാകാൻ ജോസഫ് കരിയാട്ടലിനെ മെത്രാപ്പോളിത്തെ ആക്കണമെന്ന് ശുപാർശ ചെയ്യുന്നു. ഇത് കേൾക്കുമ്പോൾ ആർക്കും തോന്നും കാര്യങ്ങളെല്ലാം എളുപ്പമായെന്ന്. അതെ, ആ അധ്യായങ്ങളിലൊക്കെ ഒരു ശുഭാപ്തി വിശ്വാസത്തിന്റെ അന്തരീക്ഷമുണ്ട്. സഭയുടെ ആവശ്യത്തിനായി റോമിൽ നിന്ന് കൊണ്ടുവന്ന പുസ്തകങ്ങളും അച്ചടി സാമഗ്രികളുമൊക്കെയുണ്ട്. എല്ലാം ഒരു ശരിയായ ദിശയിലാണ് നീങ്ങുന്നതെന്ന് ഒരുപക്ഷെ അവരും വിശ്വസിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഏതൊരു നല്ല കഥയിലെയും എന്ന പോലെ ഏറ്റവും വിശ്വസിച്ച ആളായിരിക്കും ചിലപ്പോൾ ഏറ്റവും വലിയ ശത്രുവാകുന്നത്. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. പുറമെ സഹായിക്കുന്നു എന്ന് നടിക്കുകയും എന്നാൽ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ വൈകിപ്പിക്കുകയുമായിരുന്നു അയാളല്ലേ? ഇതെങ്ങനെയാണ് അവര് തിരിച്ചറിയുന്നത്? അതൊരു പെട്ടെന്നുള്ള തിരിച്ചറിവായിരുന്നില്ല. മാസങ്ങൾ നീണ്ടുനിന്ന ഒരു കാത്തിരിപ്പായിരുന്നു അത്. ഓഹോ, ഓരോ തവണ ചോദിക്കുമ്പോഴും ഓരോരോ ഒഴിവ് കഴിവുകൾ. അങ്ങനെ തങ്ങളുടെ പ്രധാന ലക്ഷ്യം, അതായത് മെത്രാൻ സ്ഥാനം നടത്തിത്തരുന്നതിൽ കായത്താനോയ്ക്ക് ആത്മാർത്ഥതയില്ലെന്നവർ പതിയെ മനസ്സിലാക്കി. അതൊരു നിർണായകമായ നിമിഷമായിരുന്നു. വഴികാട്ടി തന്നെ ഒരു തടസ്സമാവുക. അതെ, അതുവരെ വഴികാട്ടിയായി കൂടെയുണ്ടായിരുന്നയാൾ ഒരു തടസ്സമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം. മറ്റൊരാളെ ആശ്രയിച്ചു നിന്ന് സമയം കളയാതെ സ്വന്തമായി മുന്നോട്ടു പോകാൻ അവർ തീരുമാനിച്ചു. അതൊരു വലിയ റിസ്ക് അല്ലേ? ലിസ്ബണിലെ അധികാരത്തിന്റെ ഇടനാഴികളിൽ അവർക്ക് മറ്റ് ബന്ധങ്ങളൊന്നുമില്ല. സ്വാധീനശക്തിയുള്ള കായത്താനോയെ മറികടന്ന് മുന്നോട്ടു പോകുകയെന്നത് ഒരു ആത്മഹത്യാപരമായിരുന്നില്ലേ? തീർച്ചയായും. പക്ഷെ അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. ഒന്നുകിൽ കായത്താനോയുടെ കള്ളത്തരത്തിന് നിന്നുകൊടുത്ത് നാട്ടിലേക്ക് ഒന്നുമില്ലാതെ മടങ്ങുക, അല്ലെങ്കിൽ നേരിട്ട് പോരാടുക. അതെ, അപകടമാണെന്നറിഞ്ഞിട്ടും നേരിട്ട് പോരാടുക. അവർ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്തു. പാതിരി കായത്താനോയെ ഒഴിവാക്കി അവർ നേരിട്ട് മന്ത്രിമാരെയും വിസ്കൗണ്ടിനെയും പോലുള്ള അധികാരികളെ സമീപിക്കാൻ തുടങ്ങി. അതിന്റെ പ്രത്യാഘാതം എന്തായിരുന്നു? ഉടനെ ഉണ്ടായി. ഇതറിഞ്ഞ കായത്താനോ അവർക്കെതിരെ തിരിഞ്ഞു. അതുവരെ ഒരു മുഖമൂടി അണിഞ്ഞ സഹായിയായി നിന്നയാൾ ഇപ്പോഴൊരു തുറന്ന ശത്രുവായി മാറി. എന്നിട്ട് പലതരത്തിലുള്ള നുണപ്രചരണങ്ങളും തടസ്സങ്ങളും അയാൾ സൃഷ്ടിക്കാൻ തുടങ്ങി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒരു വിദേശ രാജ്യത്ത് ആരും തുണയില്ലാതെ ഉന്നത സ്വാധീനമുള്ള ഒരാൾ തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ.
ഭീകരമായിരിക്കും. പക്ഷേ അവരുടെ സത്യസന്ധമായ പരിശ്രമങ്ങൾ അധികാരികൾ തിരിച്ചറിഞ്ഞുവെന്ന് തോന്നുന്നു. കാരണം പുസ്തകത്തിലെ അടുത്ത അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് ഒരു വലിയ വിജയമാണ്. അതെ, 1782 പോർച്ചുഗൽ രാജ്ഞി ജോസഫ് കരിയാട്ടിലിനെ കൊടുങ്ങല്ലൂർ മെത്രാപ്പോലീത്തയായി നാമനിർദ്ദേശം ചെയ്യുന്നു. അതെ, അതൊരു ചരിത്രപരമായ നേട്ടമായിരുന്നു. വർഷങ്ങളോളം യൂറോപ്പിൽ അലഞ്ഞതിന്റെ ഫലം കണ്ടു തുടങ്ങുന്നു. അവരുടെ വാദങ്ങളിൽ സത്യസന്ധത രാജ്ഞിക്ക് ബോധ്യപ്പെട്ടു. ഒന്ന് ആലോചിച്ചു നോക്കൂ, വർഷങ്ങളുടെ പോരാട്ടത്തിനൊടുവിൽ രാജ്ഞി ആ പേര് പ്രഖ്യാപിക്കുന്ന നിമിഷം ആ മുറിയിലെ അന്തരീക്ഷം എന്തായിരിക്കും? ഗ്രന്ഥകാരൻ അതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? പുസ്തകത്തിൽ ആ നിമിഷത്തെക്കുറിച്ച് വളരെ വൈകാരികമായി വിവരിക്കുന്നുണ്ട്. അവർ രാജ്ഞിയെയും രാജാവിനെയും കണ്ട് നന്ദി പറയുന്നു. ആ കൂടിക്കാഴ്ച വെറുമൊരു ഔപചാരികതയായിരുന്നില്ല. തങ്ങളുടെ ജനതയ്ക്ക് വേണ്ടി ഒരു വലിയ വിജയം നേടിയതിന്റെ സംതൃപ്തിയും നന്ദിയും അവരുടെ ഓരോ വാക്കിലുമുണ്ടായിരുന്നു. പക്ഷേ യുദ്ധം ജയിച്ചിരുന്നില്ല. ഒരു പ്രധാനപ്പെട്ട പോരാട്ടം മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. അതെന്താണ്? നാമനിർദ്ദേശം ലഭിച്ചാൽ മാത്രം പോരാ, അല്ലേ? റോമിന്റെ അംഗീകാരം കൂടി വേണമല്ലോ. അതെ, ഇവിടെയാണ് കായത്താനോ തന്റെ അവസാനത്തെ അടവ് പയറ്റുന്നത്. സ്ക്രൂട്ടിനി. അതെ, സ്ക്രൂട്ടിനി. കെരിയാറ്റിലിന്റെ യോഗ്യതകൾ പരിശോധിക്കുന്ന ഒരു ഔദ്യോഗിക നടപടിക്രമം നടന്നു. പുറമെ നോക്കുമ്പോൾ ഇതൊരു സാധാരണ നടപടിക്രമം മാത്രമാണ്. പക്ഷേ ലിസ്ബണിലെ രാഷ്ട്രീയത്തിൽ ഇതൊരു ആയുധമായിരുന്നു. ഒരാളുടെ നിയമനം അനിശ്ചിതമായി വൈകിപ്പിക്കാൻ, അയാളെക്കുറിച്ച് സംശയങ്ങൾ ജനിപ്പിക്കാൻ ഈ നടപടിയെ ആർക്കും ഉപയോഗിക്കാം. കായത്താനോയുടെ അവസാനത്തെ കച്ചിത്തുരുമ്പായിരുന്നു ഈ സ്ക്രൂട്ടിനി. അയാൾ അവിടെ എന്തു വാദമാണ് ഉന്നയിച്ചത്? കൊടുങ്ങല്ലൂർ അതിരൂപതയ്ക്ക് ഒരു സ്വതന്ത്ര അസ്തിത്വമില്ലെന്നും അത് ഗോവയ്ക്ക് കീഴിലാണെന്നും അയാൾ വാദിച്ചു. അതിന്റെ അർത്ഥം കൊടുങ്ങല്ലൂരിൽ ഒരു മെത്രാപ്പോലീത്തെ നിയമിക്കാനുള്ള അധികാരം പോർച്ചുഗീസ് രാജ്ഞിക്കില്ല. അത് ഗോവയിലെ മെത്രാനാണ് തീരുമാനിക്കേണ്ടത് എന്നായിരുന്നു. ഇത് നിയമനം അട്ടിമറിക്കാനുള്ളൊരു ശ്രമം തന്നെ. ഒരു ഗൂഢമായ ശ്രമം. പക്ഷെ ആ ശ്രമം വിജയിച്ചില്ല. അവിടെയാണ് നമ്മുടെ ഗ്രന്ഥകർത്താവായ തോമാ കത്തനാരുടെ പാണ്ഡിത്യം നിർണായകമായത്. തീർച്ചയായും. കൊടുങ്ങല്ലൂർ രൂപതയുടെ ചരിത്രപരമായ പ്രാധാന്യവും സ്വയം ഭരണാവകാശവും തെളിയിക്കുന്ന രേഖകൾ നിരത്തി അദ്ദേഹം ആ വാദങ്ങളെ ഖണ്ഡിച്ചു. അതെ, തോമാ കത്തനാരുടെ ഇടപെടലില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ കഥ മാറിയേനെ. അദ്ദേഹത്തിന്റെ വാദങ്ങൾക്ക് മുന്നിൽ കായത്താനയുടെ തന്ത്രങ്ങൾ വിലപ്പോയില്ല. ഒടുവിൽ എല്ലാ തടസ്സങ്ങളും നീങ്ങി 1782 ഡിസംബറിൽ ലിസ്ബണിലെ ഒരു പള്ളിയിൽ വെച്ച് പോർച്ചുഗലിലെ ഉന്നതരുടെ സാന്നിധ്യത്തിൽ ജോസഫ് കരിയാറ്റൽ കൊടുങ്ങല്ലൂർ മെത്രാപ്പോലീത്തയായി അഭിഷിക്തനായി. അവിശ്വസനീയം! കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് പോയൊരാൾ യൂറോപ്പിലെ അധികാരത്തിന്റെ ഹൃദയത്തിൽ വെച്ച് വിജയിക്കുന്നു. ഇത് സിനിമയെ വെല്ലുന്നൊരു കഥയാണ്. എന്നാൽ മെത്രാൻ പട്ടം കിട്ടിയതോടെ പ്രശ്നങ്ങൾ തീർന്നില്ല. ഇല്ലേ? സത്യത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മന്ത്രിയായിരുന്ന മാർട്ടിൻ ഡീമെൽ. അപ്പോൾ വിജയമാഘോഷിച്ച് പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങാൻ അവർക്ക് കഴിഞ്ഞില്ല. മന്ത്രി മാർട്ടിൻ ഡി മെല്ലിന്റെ അസൂയയും വിദ്വേഷവും കാരണം അവരുടെ മടക്കയാത്ര അനിശ്ചിതമായി വൈകി. എന്തിനായിരുന്നു ആ വിദ്വേഷം? എന്തുകൊണ്ടാണ് ആ മന്ത്രിക്ക് ഇവരോട് ഇത്ര വിദ്വേഷമെന്ന് പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നില്ല. ഒരുപക്ഷേ തദ്ദേശീയനായ ഒരാൾ ഇത്രയും വലിയ പദവിയിലെത്തുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം. അല്ലെങ്കിൽ പാതിരി കായത്താനോയുടെ സ്വാധീനം കൊണ്ടാവാം. കാരണം എന്തുതന്നെയായാലും ആ കാത്തിരിപ്പ് അവർക്ക് വലിയ മാനസിക സംഘർഷമുണ്ടാക്കി. വിജയിച്ചു കഴിഞ്ഞിട്ടും നാട്ടിലേക്ക് പോകാൻ കഴിയാതെ 2.5 വർഷം ഒരു തടവുകാരന്റെ അവസ്ഥയല്ലേ അത്? അതെ. ആ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് പുസ്തകത്തിൽ എന്തെങ്കിലും സൂചനകളുണ്ടോ? അവരുടെ ദിനചര്യകൾ എങ്ങനെയായിരുന്നു? ഗ്രന്ഥകർത്താവ് ആ കാലഘട്ടത്തെക്കുറിച്ച് വളരെ വേദനയോടെയാണ് എഴുതുന്നത്. വിജയം കൈവന്നിട്ടും സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാത്തൊരവസ്ഥ. ഓരോ ദിവസവും പ്രതീക്ഷയോടെ ഉണരുകയും വൈകുന്നേരം നിരാശരായി ഉറങ്ങുകയും ചെയ്യുന്ന ദിവസങ്ങൾ. ഈ സമയത്താണ് കേരളത്തിൽ നിന്ന് അവർക്കെതിരെ പുതിയ കരുനീക്കങ്ങൾ നടക്കുന്നത്. എവിടെ നിന്ന്? കേരളത്തിൽ നിന്ന്. കേരളത്തിലെ മിഷണറിമാരും കൊച്ചി മെത്രാനും ചേർന്ന് 10 ആരോപണങ്ങൾ അടങ്ങിയ ഒരു കള്ള റിപ്പോർട്ട് ലിസ്ബണിലേക്ക് അയച്ചു. ഇത് ശരിക്കും ഞെട്ടിക്കുന്നതാണ്. ഇവിടെ വിജയം നേടി നിൽക്കുമ്പോൾ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ അവർക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു. എന്തായിരുന്നു ആ ആരോപണങ്ങൾ? ആ ആരോപണങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമിരിക്കുന്നത്. നസ്രാണികൾക്ക് ഭരിക്കാൻ അറിയില്ല, അവർ വിദേശ മേത്രാന്മാരെ മാത്രമേ അനുസരിക്കൂ, അവർ അഹങ്കാരികളാണ് എന്നെല്ലാമായിരുന്നു പ്രധാന വാദങ്ങൾ. ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്, ഇതൊരു വ്യക്തിപരമായ ആക്രമണമല്ല. തദ്ദേശീയമായ ഒരു നേതൃത്വം ഉണ്ടാവുന്നത് വഴി
തങ്ങളുടെ അധികാരവും പ്രസക്തിയും നഷ്ടപ്പെടുമോ എന്ന യൂറോപ്യൻ കൊളോണിയൽ ശക്തികളുടെ ആഴത്തിലുള്ള ഭയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. അതായത് ഇതൊരു വംശീയമായ മുൻവിധി എന്നതിലുപരി ഒരു അധികാര സംരക്ഷണത്തിനുള്ള തന്ത്രമായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. ഭരണം തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന ചിന്തയുടെ പ്രതിഫലനമാണ് ആ കത്തിൽ. എന്നിട്ട് ഈ കള്ളപ്രചരണങ്ങളെ അവർ എങ്ങനെ നേരിട്ടു? ഈ കള്ളപ്രചരണങ്ങളെയും തോമാക്കത്തനാർക്ക് ലിസ്ബണിലിരുന്ന് നേരിടേണ്ടി വന്നു. ഓരോ ആരോപണങ്ങളെയും അദ്ദേഹം വസ്തുതകൾ നിരത്തി ഖണ്ഡിച്ചു. അവർ യൂറോപ്പിലിരുന്ന് കേരളത്തിലെ തങ്ങൾക്കെതിരായ ഗൂഢാലോചനയെ കൂടിയാണ് പ്രതിരോധിച്ചത്. ഇത്രയധികം പ്രതിസന്ധികൾക്കിടയിലും അവർ തങ്ങളുടെ യഥാർത്ഥ ദൗത്യത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ്. അതെ, ഈ വിഷമകരമായ കാത്തിരിപ്പിനിടയിലും ഒരു നല്ല വാർത്ത അവരെ തേടിയെത്തി. മാർ തോമ ആറാമനെ കത്തോലിക്കാ സഭയുമായി യോജിപ്പിക്കുന്ന വിഷയത്തിൽ റോമിൽ നിന്ന് അനുകൂലമായ മറുപടി ലഭിച്ചു. അതവരുടെ വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നല്ലോ. അതെ, എല്ലാ പ്രതിബന്ധങ്ങൾക്കിടയിലും പുതിയ മെത്രാപ്പോലിത്ത നാട്ടിലെ സഭാംഗങ്ങൾക്കായി ഒരു ഇടയലേഖനം തയ്യാറാക്കി കാത്തിരുന്നു. ആ ഇടയലേഖനം അവരുടെ തളരാത്ത പ്രതീക്ഷയുടെയും സ്വപ്നങ്ങളുടെയും പ്രതീകമായിരുന്നു. ഒടുവിൽ ആ കാത്തിരിപ്പിന് അവസാനമുണ്ടായി. 1785 ഏപ്രിലിൽ ഏകദേശം 2.5 വർഷത്തിന് ശേഷം അവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി ലഭിച്ചു. അതൊരു സാധാരണ മടക്കമായിരുന്നില്ല, അല്ലേ? അല്ല, അവർ ലിസ്ബണിൽ നിന്ന് കപ്പൽ കയറുമ്പോൾ പരാജിതരല്ല, പൂർണ്ണ വിജയികളായിരുന്നു. അതെങ്ങനെ? മിഷണറിമാർ തദ്ദേശീയ മെത്രാനെ അനുസരിക്കണമെന്നും അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ഇടപെടരുതെന്നും വ്യക്തമാക്കുന്ന രാജകീയ ഉത്തരവുകൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഓഹോ, അപ്പോ വെറുമൊരു മടക്കമായിരുന്നില്ല. അല്ല, അധികാരം കയ്യിലേന്തിക്കൊണ്ടുള്ളൊരു വരവായിരുന്നു അത്. ആ കപ്പൽ യാത്രയെക്കുറിച്ച് പുസ്തകത്തിൽ വിശദമായി പറയുന്നുണ്ടോ? അക്കാലത്തെ യാത്രകൾ വളരെ ദുഷ്കരമായിരുന്നല്ലോ. തീർച്ചയായും. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയുള്ള യാത്ര അതീവ ദുഷ്കരമായിരുന്നുവെന്ന് പറയുന്നുണ്ട്. 1785 ജൂൺ 13 കപ്പലിൽ ഒരു വലിയ അപകടമുണ്ടായി. കപ്പലിന്റെ പായ്മരം ഒടിഞ്ഞു വീണു. എന്നിട്ട്? പക്ഷേ ദൈവപരിപാലനയാൽ അവർ രക്ഷപ്പെട്ടു എന്ന് ഗ്രന്ഥകാരൻ പറയുന്നു. യാത്രയ്ക്കിടെ കപ്പലിലെ ചില ഉദ്യോഗസ്ഥർ രോഗം വന്ന് മരിക്കുന്നതും അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. 1 വർഷത്തോളം നീണ്ടുനിന്ന ആ യാത്രയുടെ ഒരു നേർചിത്രം ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. 1 വർഷത്തെ യാത്രയ്ക്ക് ശേഷം അവർ ഇന്ത്യൻ തീരത്തിനടുത്തെത്തുകയാണ്. ആ നിമിഷം എത്രമാത്രം വൈകാരികമായിരിക്കും? അതെ, 1786 മാർച്ചിൽ അവർ സിലോൺ, അതായത് ഇന്നത്തെ ശ്രീലങ്കയുടെ തീരം കാണുന്നു. അവിടെ നിന്ന് കൊച്ചി തീരത്തിനടുത്തെത്തിയപ്പോൾ പുതിയ മെത്രാപ്പോലിത്ത തന്റെ ആടുകൾക്ക്, അതായത് സഭാംഗങ്ങൾക്ക് ഒരു കത്തയച്ചു. എന്ത് പറഞ്ഞുകൊണ്ട്? കപ്പൽ നേരെ ഗോവയിലേക്കാണ് പോകുന്നതെന്നും അവിടെ വെച്ച് കാണാമെന്നും അദ്ദേഹം അറിയിച്ചു. എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. ഇത്രയും കാലത്തെ പ്രയത്നങ്ങൾക്ക് ശേഷം സ്വന്തം നാടിന്റെ തീരം കാണുന്ന ആ നിമിഷം. ആ കത്ത് നാട്ടിൽ വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ടാവും. പുതിയ മെത്രാപ്പൊലീത്തയെ സ്വീകരിക്കാൻ വലിയ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ അവിടെയാണ് ഈ പുസ്തകം നമ്മളെ ഒരു ഞെട്ടലോടെ പിടിച്ചു നിർത്തുന്നത്. സിംഹളദ്വീപ്, അതായത് സിലോൺ, കണ്ട ആ നിമിഷത്തെക്കുറിച്ച് വിവരിച്ച് സിംഹളദ്വീപും കണ്ടു എന്ന വാക്യത്തിൽ വർത്തമാന പുസ്തകം എന്ന ഈ ഗ്രന്ഥം അവസാനിക്കുകയാണ്. അത്രയുള്ളൂ? അതെ, വളരെ അപ്രതീക്ഷിതമായി, ഒരു വാചകം പൂർത്തിയാകാത്തതുപോലെ. അപ്പോൾ ഇതിന്റെ എല്ലാം അർത്ഥം എന്താണ്? അവരവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം നേടി, തദ്ദേശീയനായ ഒരു മെത്രാനുണ്ടായി. എല്ലാ രാഷ്ട്രീയ, വ്യക്തിപരമായ പ്രതിബന്ധങ്ങളെയും അവർ അതിജീവിച്ചു. വിജയശ്രീ ലാളിതരായി അവർ നാട്ടിലേക്ക് മടങ്ങിവരികയാണ്. പക്ഷെ ആ മടക്കയാത്ര പൂർത്തിയാകുന്നതിന് തൊട്ടുമുമ്പ് പുസ്തകം അവസാനിക്കുന്നു. ഇത് വായനക്കാരനെ ഒരു മുൾമുനയിൽ നിർത്തുന്നതുപോലെയാണ്. തീർച്ചയായും. ഈ അപൂർണമായ അവസാനം നിങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിവെക്കുന്നു. ഇത്രയും വലിയൊരു പോരാട്ടം നടത്തി ചരിത്രവിജയം നേടി മടങ്ങിവന്ന ജോസഫ് കരിയാറ്റൽ മെത്രാപ്പോലീത്തയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? ആ സ്വപ്നം പൂർണ്ണമായി സാക്ഷാത്കരിക്കപ്പെട്ടോ? ഗോവയിലെത്തിയ ശേഷം എന്തുണ്ടായി? എന്തുകൊണ്ടാണ് തോമാക്കത്തനാർ ഈ പുസ്തകം പൂർത്തിയാക്കാഞ്ഞത്? ആ അപ്രതീക്ഷിത അവസാനം ഒരവസാനമല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം അന്വേഷണത്തിനുള്ള ഒരു തുടക്കമാണ്. അപ്പോൾ ഈ പുസ്തകം അതിന്റെ താളുകൾക്കുള്ളിൽ ഒതുങ്ങുന്നില്ല. അത് നമ്മളെ ചരിത്രത്തിന്റെ മറ്റേടുകൾ മറിച്ചു നോക്കാൻ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. അതെ, ആ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ ഈ പുസ്തകത്തിന്റെ താളുകൾക്ക് പുറത്തേക്ക് നോക്കാൻ ഈ വിവരണം നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ആ അന്വേഷണമാണ് ഈ ഗ്രന്ഥം വായനക്കാർക്ക് നൽകുന്ന ഏറ്റവും വലിയ ദൗത്യം. എന്തുകൊണ്ട് ആ കഥ അവിടെ നിർത്തേണ്ടി വന്നു എന്ന ചോദ്യം ഒരു പക്ഷേ പുസ്തകത്തിൽ എഴുതിയ കഥയേക്കാൾ വലിയൊരു രാഷ്ട്രീയ ചരിത്രം നമ്മോട് പറയുന്നുണ്ടാകാം.
ആ ചിന്തയാണ് ഈ വിശകലനം നിങ്ങൾക്കായി ബാക്കി വെക്കുന്നത്.